ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പച്ചരിയും അതുപോലെ തന്നെ തേങ്ങയും കൊണ്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് റേഷൻ കടയിലത്തെ പച്ചരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതിന് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ തേങ്ങാവെള്ളമോ ഒന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് കഴുകി നല്ലോണം വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് വെള്ളം നല്ലോണം ഊറ്റിക്കളയുക കേട്ടോ. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവരുത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതില്ലേ അത് എടുത്തിട്ടുണ്ട്. കുറച്ച് ടൈറ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്താൽ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടുതലാവാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ്. ചോറും കൂടിയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ ചോറ് അളന്നെടുക്കുന്നത്. 1 ഗ്ലാസ് ചോറാണ് എടുക്കുന്നത്. ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ചോറും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ചോറ് എടുക്കുന്ന സമയത്ത് നമ്മൾ ടൈറ്റായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ, നമ്മൾ തേങ്ങ എടുത്ത പോലെ ഒന്നും. അപ്പോൾ ഇതാ ചോറ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗ്ലാസ്സിനാണ് ഇട്ട് എടുക്കുന്നത്, ഈ ഒരു അളവിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മളിത് ഞമ്മണ്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ലോണം ഞരടി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതിയാവും. ആ തേങ്ങയും ചോറും അതുപോലെ തന്നെ അരിയും എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നോട്ടെ. ആ പഞ്ചസാരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇതുപോലെ എന്തായാലും ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഈസ്റ്റോ തേങ്ങാവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇത്രയും മതിയാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും അരയ്ക്കാൻ വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു വെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കണം. നല്ലോണം കുതിർന്ന് വന്നോട്ടെ കേട്ടോ അരി. ഒന്നും കൂടി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. അതിൽ പൊടി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങൻ്റെ ആ ഒരു പൊടിയാണ് കേട്ടോ, വേറെ എന്താണെന്ന് വിചാരിക്കല്ലേ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 4 മണിക്കൂർ അങ്ങനെ വെച്ച് കൊടുക്കാം. 4 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതാ 3 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതിയാവും കേട്ടോ. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അതായത് 3 ഭാഗമാക്കിയിട്ടാണ് അരച്ചെടുത്തത്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേപോലെ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി ഞാനിവിടെ അടിച്ചെടുക്കട്ടെ. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. നമ്മളിപ്പം ഉപ്പ് വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ അരച്ച് വെച്ച എല്ലാ മാവും കൂടി ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇത് അടച്ച് വെക്കുക. ഇത് തലേന്ന് രാത്രിയാണ് ഞാൻ അടിച്ച് വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കുന്നത്. ഇത് നല്ലോണം കുക്കർ ഇതേപോലെ മൂടി വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് താത്തി വെച്ച് കൊടുക്കുക. ചൂടുവെള്ളത്തിലേക്ക് കുത്തി നിൽക്കരുത് കേട്ടോ, അല്ലാണ്ട് തന്നെ വെക്കുക. ഒന്ന് ഒരു പാത്രമാറ്റം വെച്ചിട്ട് അങ്ങനെ പൊന്തിച്ച് വെച്ചാൽ മതിയാവും. ഇനി ഇതാ ഞാനൊരു കറി തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റൂ ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതിലേക്ക് ഞാൻ കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറാമ്പൂ, ഏലക്കായി കേട്ടോ. കുറേശ്ശെ മതിയാവും കേട്ടോ. 1 ഏലക്കായി അതുപോലെ തന്നെ കറാമ്പൂ, കറുവപ്പട്ട ഓരോന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു അരമുറി ഉള്ളി മാത്രം മതിയാവേ. ഇപ്പോൾ കൂടെ തന്നെ ഇതിൻ്റെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക.
അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കുക്കറിലേക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തത്. എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഒരു 2-3 വിസിലടിക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതാ നമ്മളെ ഉരുളൻകിഴങ്ങ് ഇതേപോലെയാണ് കിട്ടിയത്. നല്ലോണം വെന്ത് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമ്മളെ വലിയ ഉള്ളിയിലെ നമ്മൾ താളിച്ചെടുത്ത വലിയ ഉള്ളിയിലേക്ക് ഈ ഒരു ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതേപോലെ വാട്ടിയെടുക്കുക. ആ ഒരു ഉള്ളിൻ്റെ ആ ഒരു മിക്സ് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കഷ്ണം ചിക്കൻ്റെ ഒരു കഷ്ണം മാത്രം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മാഗി ക്യൂബ് ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിതും ഈ ഒരു കറി ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ. അതൊന്ന് തിളച്ച് വരുന്ന നേരത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം പോലെ ആയി എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഉരുളൻകിഴങ്ങല്ലേ, അത് നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ കുറച്ച് വെക്കുന്ന സമയത്ത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു നുള്ളു മാത്രം മതിയാവും. ബിരിയാണി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തിളച്ചാൽ മതി. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതല്ലേ. അപ്പോൾ അടിപൊളി കറിയാന്ന് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു കഷ്ണം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്ക് കേട്ടോ. ഇനി ഇതാ നമ്മളെ മാവ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അധികം പൊങ്ങിയൊന്നും വന്നിട്ടില്ല, എന്നാലും ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോയതാന്ന് കേട്ടോ. അത് അടുത്തതും കൂടി ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. മാവ് ഇതേപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിൽ ഓൾസ് വരും കേട്ടോ. എന്നതിന് ശേഷം അത് മൂടി വെച്ച് കൊടുക്കുക. നമ്മളപ്പം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പച്ചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് അപ്പാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ അപ്പക്കാരോ തേങ്ങാവെള്ളമോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതാ ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അപ്പച്ചട്ടിയിലും ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയത്. ഇത് അപ്പച്ചട്ടിയിൽ ഒഴിച്ചാലും നമ്മൾ സാധാ ഓട്ടുമേൽ ഒഴിച്ചാലും ഒക്കെ കണക്കാണ് കേട്ടോ. ഒരേപോലെയാണ് കിട്ടുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ കറിയും അതുപോലെ തന്നെ അപ്പവും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളെ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് അപ്പാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കാം കേട്ടോ. ഇനി അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.